നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അമേരിക്കയെയും ദക്ഷിണ കൊറിയയെയും വിറപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത്. അതിനായി പുതിയ ആയുധങ്ങളും അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ സൂയിസൈഡ് ഡ്രോണുകളുടെ പ്രദർശനത്തിനാണ് കിം ജോങ് ഉൻ ഏറ്റവും ഒടുവിലായി മേൽനോട്ടം വഹിച്ചതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. തൻ്റെ സൈന്യത്തിന് യുദ്ധസന്നദ്ധത അറിയിച്ച് ഏത് സമയവും എന്തിനും തയ്യാറായിരിക്കുക എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു. ഒപ്പം ഇത്തരം ആയുധങ്ങൾ വർദ്ധിപ്പിച്ചെടുത്ത് കൂടുതൽ സൈന്യത്തിന് കരുത്ത് പകരുമെന്നും കിം ജോങ് ഉൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. വാഷിംഗ്ടണും സിയോളും തമ്മിലുള്ള പിരിമുറുക്കങ്ങൾക്കിടയിൽ കിം ജോങ് ഉൻ തൻ്റെ വർദ്ധിച്ചു വരുന്ന സൈനിക നീക്കങ്ങൾ, പ്രദർശനങ്ങൾ, പല കണ്ടുപിടുത്തങ്ങൾ, പുതിയ ആയുധങ്ങൾ ഇതൊക്കെ തന്നെ പുറം ലോകത്തിനും വാതായനം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തങ്ങളുടെ പക്കലുണ്ടെന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു. പലയിടത്തായി പരീക്ഷണങ്ങൾ നടത്തുന്നു. പല രാജ്യങ്ങളും അതിനെതിരെ ഉപരോധം തീർത്താലും അതിനെ തടയാൻ ശ്രമിച്ചാലും ഇതിനെയൊക്കെ തന്നെ വകവെച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് കിം ജോങ് ഉൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പരീക്ഷണം നടത്തിയതിനു ശേഷം അതിൻ്റെ ഫോട്ടോകൾ കിം ജോങ് ഉന്നിൻ്റെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്ന സൂയിസൈഡ് ഡ്രോണുകളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു എക്സ് എന്ന രീതിയിൽ ആകൃതിയിലുള്ള വാലുകളുള്ള ചിറകുകളുള്ള ഒരു വെളുത്ത ഡ്രോണാണ് ദക്ഷിണ കൊറിയയുടെ K2 യുദ്ധ ടാങ്കിനോട് സമാനമുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഇടിച്ച് നശിപ്പിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ദൃശ്യമൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഉത്തര കൊറിയൻ ആണവ ഭീഷണികൾ ഒരു ഭാഗത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനും തടയിടാനും അമേരിക്കയും ദക്ഷിണ കൊറിയൻ സൈനികരും തങ്ങളുടെ കഴിവ് പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. സംയുക്തമായിട്ടുള്ള സൈനിക അഭ്യാസങ്ങൾ കടലിടുക്കിൽ നടത്തുന്നത് ഉത്തര കൊറിയയെ അങ്ങേയറ്റം ചൊടിപ്പിക്കുന്നുമുണ്ട്. കരയിലും കടലിലും ശത്രുവിനെ കൃത്യമായി ആക്രമിക്കാൻ കഴിയുന്ന, വ്യത്യസ്ത ശ്രേണികളിൽ പറക്കാൻ കഴിയുന്ന പലതരത്തിലുള്ള ഡ്രോണുകളാണ് കഴിഞ്ഞ ആഴ്ച നടത്തിയ പരീക്ഷണത്തിലൂടെ ഉത്തര കൊറിയ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൃത്യമായി തങ്ങളുടെ ലക്ഷ്യത്തെ ഭേദിച്ച് മുന്നേറിയെന്നും ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് തന്നെ ഡ്രോണുകൾ പല റൂട്ടുകളിലേക്ക് പറന്നുവെന്നും വ്യക്തമാക്കുന്നു. സൈനിക സാങ്കേതിക വിദ്യകളിലെയും ആധുനിക പോരാട്ടങ്ങളിലെയും ആഗോള പ്രവണതകൾ യുദ്ധത്തിൽ ഡ്രോണുകളുടെ പ്രാധാന്യം എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ആളില്ലാ ഡ്രോണുകളാകുമ്പോൾ കാഷ്വാലിറ്റീസ് അത്രയധികം കുറയുന്നു. ഒപ്പം തന്നെ തങ്ങൾക്ക് നേട്ടവും വളരെ വലുതാണ്. വടക്കൻ സൈന്യം എത്രയും നേരത്തെ വിപുലമായ ഡ്രോണുകൾ കൊണ്ട് സജ്ജീകരിക്കുമെന്നാണ് കിം അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. തങ്ങൾക്ക് ആൾബലം കുറവാണെങ്കിൽ ആയുധബലം കൊണ്ട് നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേക പ്രവർത്തന യൂണിറ്റുകൾ, കാലാൾപ്പട, നിരീക്ഷണ, വിവിധോദ്ദേശ ആക്രമണ ഡ്രോണുകൾ, അണ്ടർ വാട്ടർ ചാവേർ ആക്രമണ ഡ്രോണുകൾ എന്നിവയൊക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന, എന്തിനേറെ പറയുന്നു, കില്ലർ ഡ്രോണുകൾ, സൂയിസൈഡ് ഡ്രോണുകൾ ഉൾപ്പെടെ പല സംവിധാനങ്ങളുടെ വളരെ വേഗത്തിലുള്ള വികസനവും ഉൽപ്പാദനവുമാണ് കിം ജോങ് ഉൻ ലക്ഷ്യമിടുന്നത്. തൻ്റെ സൈന്യത്തെ, പ്രത്യേകിച്ച് ആണവ സൈന്യത്തെ ശക്തിപ്പെടുത്തി അമേരിക്കയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും നേരെ ഒരു വലിയ ഭീഷണിയാണ് കിം ജോങ് ഉൻ ഉയർത്തുന്നത്. നാളെ ഒരു സമയത്ത് ആക്രമണ ഭീഷണിയും ഇതിന് പിന്നാലെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.